അമേരിക്കയിൽ ജീവിക്കുന്ന ഒരു ധനികനായ NRI രാമചന്ദ്ര മേനോന്റെ മകളാണ് കല്യാണി. മദ്രാസിൽ പഠിക്കുന്ന കല്യാണിയെ ഇപ്പോൾ മേനോന്റെ സുഹൃത്തായ പുരുഷോത്തമ കൈമളാണ് നോക്കി വളർത്തുന്നത്. അതിനിടെയാണ് കല്യാണി പ്രണയത്തിലാവുന്നത്. ഇതറിഞ്ഞ പിതാവ് അതിനെ എതിർക്കുകയും അവളുമായുള്ള ബന്ധം ഉപേക്ഷിക്കുമെന്ന് പറയുകയും ചെയ്യുന്നു. പണത്തെ മാത്രം സ്നേഹിച്ച കാമുകൻ ഇതറിഞ്ഞതോടെ അവളെ വിട്ടുപോകുന്നു. പക്ഷേ കല്യാണിയെ അതിശയിപ്പിച്ചുകൊണ്ട് മേനോൻ അവളുടെ പ്രണയത്തെ അംഗീകരിക്കാൻ തീരുമാനിക്കുന്നു. ആദിവാസി സമൂഹത്തിനടുത്തുള്ള തന്റെ എസ്റ്റേറ്റിൽ അവർ രണ്ടുപേരെയും ക്ഷണിക്കുകയും 2 ആഴ്ച അവരോടൊപ്പം ചെലവഴിക്കാൻ താൻ ആഗ്രഹിക്കുമെന്ന് കത്തിൽ പറയുകയും ചെയ്യുന്നു. തന്റെ അച്ഛൻ ഒരു രോഗിയായതിനാൽ തന്നെ കാമുകൻ ഉപേക്ഷിച്ച കാര്യം അറിഞ്ഞാൽ അച്ഛൻ തകർന്നു പോകുന്നതിനാൽ കല്യാണി അത് മറച്ചുവെക്കുന്നു. ഒരു ഫേക്ക് കാമുകനെ കണ്ടെത്താൻ കൈമൾ തീരുമാനിക്കുന്നു. അതിനിടെയാണ് ഉടായ്പ കാണിച്ചു നടക്കുന്ന വിഷ്ണുവിനെ കണ്ടുമുട്ടുന്നത്. പണത്തിന് അവന് ആവശ്യമുണ്ടെന്ന് അറിഞ്ഞതോടെ കൈമൾ തന്റെ ആവശ്യത്തിന് അവനെ ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ കല്യാണിയുടെ കസിനെ വിഷ്ണുവിൽ സംശയമുണ്ടാക്കുന്നു. കല്യാണിയുടെ ഭർത്താവല്ല വിഷ്ണു എന്ന് തെളിയിക്കാൻ അയാൾ പല ശ്രമങ്ങളും നടത്തുന്നു. തുടക്കത്തിൽ വിഷ്ണുവും കല്യാണിയും തമ്മിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പണി കൊടുക്കാൻ നോക്കുകയും അത് അവർക്ക് തന്നെ വിനയായി മാറുകയും ചെയ്യുന്നു. വഴക്കിട്ട് അതൊരു നിമിഷത്തിൽ ഇഷ്ടമായി മാറുന്നു. അങ്ങനെ ഇരിക്കെയാണ് വിഷ്ണുവിന്റെ ബന്ധു എന്ന് പറഞ്ഞ് ഒരു അതിഥി അവിടേക്ക് കടന്നു വരുന്നത്. അയാളിൽ നിന്ന് വിഷ്ണു ഒരു ജയിൽ പുള്ളിയാണെന്നും സ്വന്തം ഭാര്യയെ കൊന്ന കുറ്റത്തിന് വധശിക്ഷ വിധിച്ചിരിക്കെയാണ് ജയിൽ ചാടിയതെന്നും അറിയുന്നു. വിഷ്ണു താനൊരു കൊലപാതകയാകാനുള്ള കാരണം കല്യാണിയോട് വെളിപ്പെടുത്തുന്നു. തന്റേത് ഒരു പ്രണയവിവാഹമായിരുന്നു. തന്റെ ഭാര്യ ഒരു ഊമയും. ഭാര്യയും മകനുമൊത്ത് നല്ല രീതിയിലായിരുന്നു കുടുംബം മുന്നോട്ട് പോയിരുന്നത്. അതിനിടെ അവളെ നിരന്തരം സന്ദർശിക്കാനെത്തുന്ന പുരുഷനിൽ തനിക്ക് സംശയമുണ്ടായി. ഒരിക്കൽ അവരെ ഞാൻ കൈയോടെ പിടിച്ചു. അത് ഒരടിയിലേക്ക് കലാശിച്ചു. അതിനിടെയാണ് അവൾക്ക് മാരകമായി പരിക്കേൽക്കുന്നതും അവൾ മരിക്കുകയും ചെയ്യുന്നത്. സത്യത്തിൽ തന്റെ രേവതി ഒരു നിഷ്കളങ്കിയായിരുന്നു. അവളെ കാണാൻ വന്നത് അവളുടെ അനിയനായിരുന്നു. അവനൊരു നെക്സലൈറ്റ് ആയിരുന്നു. അതിനാലാണ് അവനെപ്പറ്റി അവൾ ഒന്നും പറയാതിരുന്നത്. തെറ്റ് തന്റെ ഭാഗത്തായിരുന്നു. അതിനാൽ ശിക്ഷയേൽക്കാനും താൻ ബാധ്യസ്ഥനാണ്. ഒരിക്കൽ ജയിലിൽ സന്ദർശിക്കാനെത്തിയ സുഹൃത്തിൽ നിന്ന് ഊമയായ മകന് സംസാരശേഷി കിട്ടുന്നതിനായി ചികിത്സയ്ക്ക് 10,000 രൂപ വേണമെന്ന് അറിഞ്ഞ് അതുണ്ടാക്കാനാണ് താൻ ജയിൽ ചാടിയതും ഈ നാടകത്തിൽ പങ്കാളിയായതും. ഇതെല്ലാം അറിഞ്ഞതോടെ തകർന്നുപോയ കല്യാണി വിഷ്ണുവിന്റെ മാറിൽ വീണ് പൊട്ടിക്കരഞ്ഞു. അന്ന് രാത്രിയിൽ ജയിൽ വാർഡനോട് വിഷ്ണു ചോദിക്കുന്നു തനിക്കിനിയും ജീവിക്കാൻ സാധിക്കുമോ എന്ന്. നിശബ്ദതയായിരുന്നു അയാളുടെ മറുപടി. അവസാനമായി അവൻ കല്യാണിക്ക് നേരെ കൈവീശി വിട പറയുന്നിടത്ത് ചിത്രം അവസാനിക്കുന്നു.